സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മോനെ, ചേച്ചിക്ക് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. നീ ഓർക്കുന്നുണ്ടോ? അന്ന് ആ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോകൾ എടുത്തിരുന്നു. അടിച്ചു പൂസായി ഒരു ബോധവുമില്ലാതെ റോഡിൽ കിടന്ന ഉപ്പും മുളകും സ്റ്റാറിനെ കുറിച്ചാണ്. ഈ താരത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇൻഫ്ലുവൻസർ അന്ന രംഗത്ത് വന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തീപ്പാറും ചർച്ചയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപ്പുമുളകും സ്റ്റാർ നടൻ സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ കാറിടിച്ച ഒരാളെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലായതിനു പിന്നാലെ നടനെതിരെ ഇൻഫ്ലുവൻസർ അന്ന ജോൺസൺ രംഗത്തെത്തിയിരിക്കുന്നു. 2021 2 മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന DJ പാർട്ടിയിൽ സിദ്ധാർത്ഥും ഉണ്ടായിരുന്നുവെന്നാണ് അന്ന ജോൺസൺ വെളിപ്പെടുത്തിയത്. ഇതോടെ ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം MC റോഡിൽ വെച്ച് രാത്രി 8:30 സംഭവം നടക്കുന്നത്. അതിവേഗത്തിൽ വന്ന കാറ് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയും അപകടം കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഉണ്ടായി. സ്വഭാവത്തിലായിരുന്നില്ല സിദ്ധാർത്ഥ് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നാട്ടുകാർ സിദ്ധാർത്ഥിന്റെ കാൽ കെട്ടിയിട്ടു. റോഡിൽ നിന്നും ഇയാളെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. പോലീസ് സ്ഥലത്തെത്തി നടനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈ സംഭവത്തിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി അന്ന ജോൺസൺ രംഗത്ത് വന്നിരിക്കുന്നത്. അന്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മോനെ, ശരിക്കും അന്ന ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട്. നീ ഓർക്കുന്നുണ്ടോ? 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോകൾ എടുത്തു. അത് കഴിഞ്ഞ് എന്റെ വ്ലോഗിംഗ് വീഡിയോയിൽ കുറെ നീ പതിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയും 2 പേരുടെ മരണവും ഉണ്ടായി. ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ചാനലുകൾ ഏറ്റെടുത്തപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്: ചേച്ചി, എന്റെ ഫോട്ടോകളും വീഡിയോകളും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമല്ല, മുൻനിര നായിക നടിമാരും നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ചെറിയ പിള്ളേർ. ചേച്ചി, ഞങ്ങളെ ഇതിലേക്ക് വലിച്ചഴക്കല്ലേ എന്ന് അവർ എന്നോട് പറഞ്ഞു. അവരുടെ പേര് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കാമായിരുന്നു. ഈ ഡിസംബർ 25 വരെ ഞാൻ വാക്ക് പാലിച്ചു. കാരണം നീ എനിക്ക് വാക്ക് തന്നിരുന്നു. ഞാനിനി ഇതിന്റെ പുറകെ പോകില്ല, നന്നായിക്കോളാമെന്ന്. എന്താണ് മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെയല്ല, ഇത് പലരിലേക്കും എത്തിക്കുന്ന മാഫിയകളെയാണ് പിടിക്കേണ്ടതെന്നും അന്ന ജോൺസൺ പറയുന്നു. മോനെ, ശരിക്കും അന്ന ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ? 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാർ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്: ചേച്ചി, എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു: ചേച്ചി, ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു: ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ? എനിക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഇതേ ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഞാൻ ഇനി ഇതിൻ്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന്റെ പുറകിലില്ല. അതേസമയം 2021 കൊച്ചിയിൽ വെച്ച് 2 മോഡലുകളായ യുവതികൾ മരിച്ച സംഭവമാണ് അന്ന ജോൺസൺ ചൂണ്ടിക്കാണിച്ചത്. മുൻ മിസ് കേരളയായ അൻസി കബീർ, മിസ് കേരള റണ്ണറപ്പായ അഞ്ജന ഷാജനുമാണ് കാറപകടത്തിൽ മരിച്ചത്. ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിഖും കാറിലുണ്ടായിരുന്നു. ഇയാൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലായി. ഒരാഴ്ചയ്ക്ക് ശേഷം മരിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ വിഷയം ഇതൊന്നുമല്ല. എന്തിനാണ് ഇത്തരത്തിലുള്ള പാർട്ടികളിൽ മദ്യലഹരിക്ക് അടിമയായി ഇത്തരം താരങ്ങൾ പോകുന്നത്? ചോദ്യം ശരി തന്നെയാണ്. ആരാണ് ഈ വമ്പൻ റാക്കറ്റിന് പിന്നിൽ? കൃത്യമായി പോലീസ് അന്വേഷിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചേക്കുമെന്ന് കരുതാം. എന്തുതന്നെയായാലും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് ലഹരിക്ക് അടിമയായിരിക്കുന്നോ എന്ന ചോദ്യമാണ് ഓരോരുത്തരും ചർച്ച ചെയ്യപ്പെടേണ്ടത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.